ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പം പെസഹായുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലെ പെസഹ ആചരണത്തോടനുബന്ധിച്ചുള്ള അപ്പം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ആരാണോ, ചാച്ചനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ, ആണുങ്ങൾ ആരാണോ ഉള്ളത്, അവരാണ് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ആ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുളിച്ച് നെറ്റിയിൽ കുരിശൊക്കെ വരച്ചതിന് ശേഷമാണ് കുഴച്ച് ഇൻട്രിയപ്പവും കുരിശപ്പവും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഇൻട്രിയപ്പം എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ കുരിശപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എങ്കിലും ഞങ്ങളുടെ ഇവിടുത്തെ രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണിത്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നെറ്റിയിൽ കുരിശ് വരയ്ക്കാൻ പോവുകയാണ്. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്പം കുഴയ്ക്കുന്ന വീഡിയോയും ഒക്കെ അങ്ങോട്ട് കാണാം. ഇത് അരിപ്പൊടി എടുത്ത് വറുത്തതാണേ. പിന്നെ ഇവിടെ ഇപ്പം കാണുന്നത് ചുമന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം, പിന്നെ ഇത് തേങ്ങ, പിന്നെ ഉഴുന്ന് അരച്ചതാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുരിശപ്പോ ഇൻട്രിയപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അരിപ്പൊടിയിലേക്ക് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉഴുന്ന് ഇതിലുള്ളതിൻ്റെ ഏകദേശം ഒരു 3/4 ഇതിലേക്ക് ഇടുക കേട്ടോ. കുരിശപ്പത്തിന് വേണ്ടിയിട്ട് ഏകദേശം 3/4 ഉഴുന്ന് ഇടുന്നത് കണ്ടോ, ഏകദേശം എടുത്തത്. ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, അപ്പം അത് സെറ്റാക്കിയത് ഇതിലേക്ക് ഇടുകയാണ്. ഇത് തേങ്ങ ചിരണ്ടിയത്. ഒന്ന് നമുക്ക് ഇത് ഇടുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ഞരടി ഇങ്ങനെ ഇടുക. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ മക്കളൊക്കെ ഇവിടെ തൊട്ടടുത്തൊക്കെ വന്ന് നിന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കിത് കണ്ടുപിടിക്കാനും ഇനി പുതു തലമുറയ്ക്കൊക്കെ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് കുരിശപ്പത്തിനുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇവിടെ ലായനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പ് ഒഴിക്കാൻ പോവുകയാണേ. അപ്പായിയെ കാണുന്നില്ല, ഇങ്ങനെയാണ് കേട്ടോ. ഈശോയുടെ അപ്പം ഉണ്ടാക്കുകയാണിത്. ഇതെന്താന്ന് മനസ്സിലായോ? പെസഹ അപ്പം. എന്താ അപ്പാ? അപ്പം. എടുത്തോ. കണ്ടോ മോനെ? വെഞ്ചരിച്ച കുരുത്തോലയുടെ ഇതിൽ നിന്നാണ് കുരിശ് നമ്മൾ എടുത്തത് കേട്ടോ. പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് നമുക്ക് തന്നില്ലായിരുന്നോ? ചോപ്പ ഓർക്കുന്നില്ലേ? എന്നിട്ട് അതൊക്കെ പിടിച്ച് പോന്നേ. അത് എടുത്തിട്ടാണ് വെച്ചത്. ഇങ്ങനെ കുരിശ് ഇങ്ങനെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യണം, ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവ ഇങ്ങനെ വന്നിട്ട് അതിൽ അമർത്താനായില്ല. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരണ്ടേ? വേണ്ടേ? വരണം. ഇനിയോ, ഇനി ഇവിടെ വരണം. ഇതൊക്കെ കാണുന്നുണ്ടോ? ഒക്കെ പഠിച്ചോണം കേട്ടോ. ഇപ്പോഴോ? ഇപ്പോഴാണ് ശരിയായതല്ലേ? അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ അപ്പം നമ്മുടെ കുരിശപ്പം റെഡി ആയിട്ടുണ്ട്. ജോപ്പ ആ വള്ളി ഇങ്ങോട്ട് എടുത്തേ. ജോപ്പ വള്ളി ഇതിൻ്റെ അടിയിൽ വെച്ചേ. ജോപ്പക്കുട്ടൻ വള്ളി നീളത്തിൽ ഇങ്ങനെ വെച്ചേ. അടിയിൽ ഇവിടെ അവിടെ വെച്ചോ. ഇവിടെ വെക്ക്.
ഇത് പൊട്ടിയതാണല്ലോ കൂട്ടാ. അപ്പം ഇങ്ങനെ എടുത്തു. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇങ്ങനെ എടുത്ത് ഇതിലേ കൊണ്ടുവന്ന് കെട്ടണം. എന്താ സംഭവം എന്നറിയോ? എന്താ അത്? വാഴയുടെ നാര് തന്നെയാണ് കേട്ടോ. ചിലർ അപ്പം എന്ത് ചെയ്യുന്നറിയാവോ? പാത്രത്തിൽ പുഴുങ്ങും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനിപ്പോൾ ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് എളുപ്പം. ഏത്? പാത്രത്തിൽ പുഴുങ്ങും. ചുമ്മാ പണി തീരും. അപ്പം ഇങ്ങനെയൊക്കെയാണ്. റോസേ, ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇവിടെ പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി. അതേ, അവിടുന്ന് കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. അതിനായി സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി. സർവേശ്വര, ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ മർദ്ദകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിലെ പീഡകൾ സഹിച്ച് രക്ഷിച്ച ഈ കുടുംബത്തെ തൃക്കൻ പാർക്കണമേ എന്ന് അങ്ങയോട് കൂടി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. അപ്പം റോസ്മോളെ, മരുമോളെ, ജൊഹാൻകുട്ട, എന്തിനാ ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നറിയാവോ? നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് നമ്മുടെ ഈശോയുടെ അപ്പം. ഇതാണ് അച്ചാച്ചനൊക്കെ എന്ത് ചെയ്യുന്നത്? ഞായറാഴ്ച അച്ഛൻ തരികയല്ലേ നാവിൽ വെച്ച് ഈശോയുടെ അപ്പം. ഇതിപ്പം പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ അമ്മയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാകണ്ടേ? അപ്പോൾ അതിനാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അച്ചാച്ചന് പാലിൽ മുക്കി ഈശോയുടെ അപ്പം കുരിശപ്പം കഴിച്ചു. പിന്നെ ആണുങ്ങളിൽ ആരാണോ മൂത്തത് അത് ജൊഹാൻകുട്ടനായതുകൊണ്ട് ജൊഹാൻകുട്ടന് പാലിൽ മുക്കി അപ്പം കൊടുത്തു. ഇനി മുതിർന്നത് ആരാണോ ഉള്ളത്, ആണുങ്ങളുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ സ്ത്രീകളിൽ മുതിർന്നവർക്ക് ഇങ്ങനെ കൊടുക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ റോസ്മോക്കും തരികയാണ്.
അപ്പം നമ്മൾ അത്ര ബഹുമാനത്തോടു കൂടി വേണം ഇതിനൊക്കെ കാണാൻ.